നെക്സ്റ്റ് പ്രോബ്ലം 6. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം എസ് എ ടൈപ്പിൽ ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബൈ എക്സ്റ്റെൻഡിങ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വിത്തിൻ ദ ഇൻ്റർവൽ മൈനസ് പൈ less than x less than pi periodically outside the interval minus pi to pi, find the Fourier series for the extended function. അത് സെയിം ആണ്. Fourier series for the extended function കണ്ടുപിടിക്കാൻ അതുമാതിരി തന്നെ ഫ്രം ദ Fourier series നമുക്ക് ഈ രണ്ട് കണ്ടീഷൻസ് എന്ത് ചെയ്യണം, ഡെഡ്യൂസ് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, അതായിരുന്നു നമ്മുടെ ഈ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ പറയുക, ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയണം. അപ്പോൾ അതിന് നമ്മൾ ഫോറിയർ കൺവെർജൻസ് തിയറാണ് യൂസ് ചെയ്യുന്നത്. അത് സ്റ്റേറ്റ് ചെയ്ത് വെക്കണം. സോ ദ പീരിയോഡിക്കലി എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ എഫ് ഓഫ് എക്സ് പ്ലസ് 2π വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇൻ്റർവെല്ലിനെ രണ്ട് സബ് ഇൻ്റർവെല്ലായിട്ടൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ഇൻ്റർവെല്ല് എന്ന് പറയുന്നത് അതെല്ലാ സമയത്തും ഒരേമാതിരി ആണെന്ന് ധാരണ വെക്കരുത്. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് ത്രൂ ഔട്ട് ആയിട്ട് മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെല്ലിൽ തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് 2π എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷന് കൂടി നമ്മളവിടെ എക്സ്ട്രാ ചെയ്ത് വെക്കണം. എഫ് ഓഫ് എക്സ് പ്ലസ് 2π ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. നമ്മൾ y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വരിക. ആൻഡ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ, 2x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2x എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x എന്ന് വരും. അതെന്ന് പറയുന്നതും നമുക്ക് എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫും എഫ് ഡാഷും കണ്ടിന്യൂസ് ഇൻ ദ ഇൻ്റർവൽ മൈനസ് പൈ ടു പൈ എന്ന് പറഞ്ഞു. ഇവിടെ സബ് ഇൻ്റർവെലിൻ്റെ കേസേ വരുന്നില്ല, അത് ശ്രദ്ധിക്കണം. നമ്മുടെ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ എഫും എഫ് ഡാഷും കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഒക്കെ പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്നും നമുക്ക് പറയാം, തിരിച്ചങ്ങോട്ട് അല്ല. ഓക്കെ, കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെങ്കിൽ നമുക്കത് എന്താണ് പറയാം, പീസ് വൈസ് കണ്ടിന്യൂസ് ആണ് പറയാം. അതുകൊണ്ട് കോൺസിക്വൻ്റ്ലി ബോത്ത് എഫ് ആൻഡ് എഫ് ഡാഷ് ആർ പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ ദ ഇൻ്റർവൽ മൈനസ് പൈ ടു പൈ എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ പീസ് വൈസ് കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺവേർജൻസ് തിയറം പ്രകാരം, ഫോറിയർ കൺവേർജൻസ് തിയറം പ്രകാരം എഫിന് ഒരു ഫോറിയർ സീരീസ് ഉണ്ട് എന്നും ആ ഫോറിയർ സീരീസ് എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും ഫോർ ആൾ പോയിന്റ്സ് വെർ എഫ് ഈസ് കണ്ടിന്യൂസ്. അതായത് എഫ് കണ്ടിന്യൂസ് ആവുന്ന പോയിന്റിൽ നമ്മുടെ ഈ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും. എഫ് കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ്സിൽ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് ഏതിലോട്ട് കൺവേർജ് ചെയ്യും, എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് കണ്ടീഷൻസ് ആണ്. അതായത് ഈ ഫോറിയർ സീരീസ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന, ഫോറിയർ സീരീസ് കൺവേർജസ് ടു ദിസ് എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അതിന് മുന്നേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, പീരീഡ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ എൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പീരീഡ് 2π ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ എന്താണ്, 2l ഇസ് ഈക്വൽ ടു 2π എടുക്കുക. സോ എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, പൈ ആയിട്ടാണ് വരിക. ഇനി നമുക്ക് എൽ ഇസ് ഈക്വൽ ടു പൈ എന്ന് വരുന്ന സമയത്ത് നമുക്ക് ഫോറിയർ സീരീസിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0 ഡിവൈഡഡ് ബൈ 2 പ്ലസ് സമ്മേഷൻ എം റേഞ്ച് ഫ്രം 1 to ഇൻഫിനിറ്റി am ഇൻറ്റു കോസ് എം പൈ ഡിവൈഡഡ് ബൈ എൽ അല്ലേ. കോസ് എം പൈ ഡിവൈഡഡ് ബൈ എൽ എക്സ് എന്നായിരുന്നു. അപ്പോൾ ഇവിടുത്തെ എൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്ക് പൈ ആയിരുന്നു. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പൈയും ക്യാൻസൽ ചെയ്ത് പോവും. അങ്ങനെയാണ് നമുക്കിവിടെ എ എം ഇൻറ്റു കോസ് എം എക്സ് എന്ന് പറയുന്നത് പ്ലസ് ബി എം ഇൻറ്റു സൈൻ എം എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, എ നോട്ട് കണ്ടുപിടിക്കണം, എ എം കണ്ടുപിടിക്കണം, ബി എം എന്ന് കണ്ടുപിടിക്കണം. സോ ഇവിടെ എ നോട്ടും എ എമ്മും കണ്ടുപിടിക്കാൻ മാത്രമേ നമ്മൾ ഡെഫിനിഷൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബി എം കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു ഷോർട്ട് ട്രിക്ക് വരുന്നുണ്ട്. അത് അങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാത്തിനും അങ്ങനെ ശരിയായിക്കോളണമെന്നില്ല. എ നോട്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ നോട്ട് ഇസ് ഈക്വൽ ടു 1/L ഇൻറ്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ 1/π ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ ഇനി ഇൻറ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാനില്ല. ഓക്കെ, കാരണം എന്താ, നമുക്കിവിടെ സബ് ഇൻ്റർവെല്ലായിട്ടൊന്നും ഇത് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടുള്ളൂ. ഇവിടെ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഇൻ്റർവെല്ലിലും എക്സ് സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. സോ 1/π ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത്. എക്സ് സ്ക്വയറിനെ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും. നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എ നോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2π സ്ക്വയർ ബൈ 3 എന്ന് കിട്ടും.
ഇനി നമുക്ക് എ എം കണ്ടുപിടിക്കണം. എ എം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഇത് തന്നെയാണ്. 1/π ഇൻ്റഗ്രൽ -π to π f of x ഇൻറ്റു cos എം എക്സ്. സോ നമുക്ക് 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π x² cos എം എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് അത് എക്സസൈസ് ഫോർ യു ചെയ്യുക. ലിമിറ്റ്സ് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ന് പറയുന്നത് 4 - 1 ഓൾ പവർ m ഡിവൈഡഡ് ബൈ m² എന്ന് കിട്ടും. ഇനി നമുക്ക് ബി എം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബി എമ്മിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/π ഇൻ്റഗ്രൽ -π to π x² sin mx dx is equal to 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ +2 സമയങ്ങളിലാണ് തോന്നുന്നു പഠിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇൻ്റഗ്രേഷൻ പഠിച്ച സമയത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട് എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് ഇൻ്റഗ്രൽ -L to L എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാമെന്നും, നേരെ മറിച്ച് എഫ് എന്ന് പറയുന്ന ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ദിസ് ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ ബി എമ്മിൻ്റെ കാര്യത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ ബി എം ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π x² ഇൻറ്റു സൈൻ എം എക്സ് എന്ന് പറയുന്ന ഫോമിലാണ് വരുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെന്ന് പറയുക? എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു -f ഓഫ് x വരുന്ന കേസിലാണ് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ വരുന്ന ഇൻ്റർവെൽ കാണുമ്പോൾ കേട്ടോ -L to L എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഓഡാണോ ഈവൻ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇവിടെ ഓഡാണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഫ് ഓഫ് -x, അതായത് നമ്മൾ എഫ് ഓഫ് -x കണ്ടുപിടിക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് ഈവൻ ഫംഗ്ഷൻ ആണെന്ന്, വിച്ച് ഈസ് ഈക്വൽ ടു -f of x ആണെങ്കിൽ നമുക്ക് എന്താണ് ഓഡ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ x² sin mx പകരം നമ്മൾ x² sin mx എക്സിന് പകരം -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരിക -x² ഇൻറ്റു സൈൻ എം ഓഫ് -x എന്ന് പറയും അല്ലേ. ഇപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക x² ഇൻറ്റു -m, അതായത് സൈൻ -θ എന്ന് പറയുന്നത് എന്തായിരിക്കും -sin θ. സോ ഒരു മൈനസ് പുറത്ത് കൊടുത്തിട്ട് സൈൻ എന്ത് വരും നമുക്ക് mx എന്ന് വരും അല്ലേ. ഇപ്പോൾ വീണ്ടും ഇത് എന്ത് തന്നെയാണ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമുല അല്ലേ. സോ -f of x എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, x² sin mx എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ ഒരു ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് ഡയറക്റ്റ്ലി നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇവിടെയുള്ള ഉപകാരം. അല്ലാതെ അത് മൊത്തത്തിൽ എന്താ പറയുക നമ്മൾ പ്രൊഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ഒരുപാട് ചെയ്തു പോകേണ്ട ആവശ്യകത ഇല്ല. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണേ. ഇതെപ്പോൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ, ഇൻ്റഗ്രൽ -L to L എന്ന് പറയുന്ന ഫോമിൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആ സാധനത്തിന് എടുത്തിട്ട് എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എഫ് ഓഫ് -x കമ്പ്യൂട്ട് ചെയ്യുക. ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. സോ 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to L എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. ആ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഈക്വൽ ടു 0 എന്ന് ഡയറക്റ്റ്ലി പറയാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് എന്താ പറയുക, ഇപ്പോൾ എ എം ബി എം ഇസ് ഈക്വൽ ടു 0 എന്നും കിട്ടി. ഇനി നമ്മൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു π² ഡിവൈഡഡ് ബൈ 3 പ്ലസ് സമ്മേഷൻ എം റേഞ്ച് ഫ്രം 1 to infinity 4 ഇൻറ്റു -1 ഓൾ പവർ m ഡിവൈഡഡ് ബൈ m² ഇൻറ്റു കോസ് എം എക്സ് പ്ലസ് ബി എം എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് 0 ആണ്. സോ റിമൈനിങ് ടേംസ് എന്ന് പറയുന്നത് നമുക്ക് മൊത്തത്തിൽ 0 ആയിട്ട് പോകും. എന്നുവെച്ചാൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇവിടെ 4 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അതിലിപ്പോൾ എമ്മിൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 4നെ പുറത്തേക്ക് എടുത്ത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. 5² ഡിവൈഡഡ് ബൈ 3 പ്ലസ് 4 ഇൻറ്റു സമ്മേഷൻ എം റേഞ്ച് ഫ്രം 1 to infinity -1 ഓൾ പവർ m ഇൻറ്റു കോസ് എം എക്സ് ഡിവൈഡഡ് ബൈ m² എന്ന് കിട്ടി. ഓക്കെ, ഇതായിരുന്നു നമ്മൾ എഫ് ഓഫ് എക്സിനെ ഫൊറിയർ സീരീസിൻ്റെ ആ ഒരു ടേമിൽ എക്സ്പ്രസ് ചെയ്ത കാര്യങ്ങൾ. ഇനി വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, ഇനി നമുക്ക് വരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാനുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ഇവിടെ കാണിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് പോകണില്ല. നമുക്ക് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളോട് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്ത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ ഒന്ന് ഡയറക്റ്റ്ലി പഠിച്ചു പോകാം. നമുക്ക് ആ സമയത്ത് ഏത് വാല്യൂ എടുക്കണം എന്നൊന്നും പെട്ടെന്ന് ഓർമ്മ കിട്ടിക്കൊള്ളാമില്ല. സോ ഇത്
അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് എടുത്തത് എന്നുള്ള റീസൺസ് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഫൊറിയർ കൺവേർജൻസ് തിയറം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും. എപ്പോൾ എവിടെ വെച്ചിട്ട് എഫ് കണ്ടിന്യൂസ് ആകുന്ന പോയിന്റുകളിൽ അല്ലേ, എഫ് കണ്ടിന്യൂസ് ആകുന്ന പോയിന്റുകളിൽ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് എവിടെയോട്ട് കൺവേർജ് ചെയ്യും, എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് വിച്ച് ഈസ് കണ്ടിന്യൂസ് അറ്റ് 0 ആണ് അല്ലേ. അതായത് നമുക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് x² ആയിരുന്നു, ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് വിത്തൗട്ട് ഇവിടെ ഒരു ബ്രേക്കിംഗ് ഒന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിലോട്ട് എന്താണ് അറ്റ് x = 0ൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെ കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സിൽ ഫൊറിയർ സീരീസ് എന്തിലോട്ടാണ് കൺവേർജ് ചെയ്യാം, എഫ് ഓഫ് എക്സിലോട്ടാണ് കൺവേർജ് ചെയ്യുക അല്ലേ. അപ്പം നമ്മുടെ ഗിവൺ ഫൊറിയർ സീരീസ് നമ്മളിപ്പോൾ മുകളിൽ എഴുതി വെച്ച ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് എഫ് ഓഫ് 0ലോട്ട് കൺവേർജ് ചെയ്യും. ഏത് പോയിന്റിൽ, അറ്റ് ദ പോയിന്റ് 0 എന്ന് പറയുന്നതിൽ. ഓക്കെ, ഇപ്പോൾ ഈ എഫ് ഓഫ് 0 നമുക്ക് എന്താ പറയുക, നമുക്ക് x² ആണ്. അപ്പോൾ x² പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 0² എന്ന് എഴുതാൻ പറ്റും അല്ലേ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 0 എഫ് ഓഫ് 0 ഫൊറിയർ സീരീസ് ഏതാണ്, π² ഡിവൈഡഡ് ബൈ 3 + 4 ഇൻറ്റു സമ്മേഷൻ എം റേഞ്ച് ഫ്രം 1 to infinity -1 ഓൾ പവർ m ഇൻറ്റു കോസ് mx എന്നായിരുന്നു. അവിടെ എക്സിന് പകരം നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ, അറ്റ് ദ പോയിന്റ് 0ലാണ് നമ്മൾ ആ ഫൊറിയർ സീരീസ് കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, -1 ഓൾ പവർ m ഇൻറ്റു കോസ് 0 ഡിവൈഡഡ് ബൈ m² എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും, അതായത് അങ്ങനെ തന്നെ π² ഡിവൈഡഡ് ബൈ 3 അങ്ങനെ തന്നെ നിർത്തി 4 ഇൻറ്റു സമ്മേഷൻ, അതായത് കോസ് 0 എന്ന് പറയുന്ന വാല്യൂ എന്താ 1 ആണ്. സോ 1 ഇൻറ്റു -1 ഓൾ പവർ m ഡിവൈഡഡ് ബൈ m². സോ നമുക്ക് ഇത്രയും കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊരു ഫൊറിയർ സീരീസ് ഉണ്ട്. ഈ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് എഫ് കണ്ടിന്യൂസ് ആവുന്ന പോയിന്റുകളിൽ എഫ് ഓഫ് എക്സിലോട്ടാണ് കണ്ടിന്യൂസ് കൺവേർജ് ചെയ്യുക. അപ്പോൾ ഈ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എക്സിൽ കണ്ടിന്യൂസ് ആണ്, അല്ല x = 0ൽ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഈ ഫൊറിയർ സീരീസ് അറ്റ് ദ പോയിന്റ് 0 വിൽ ബി ഈക്വൽ ടു, അതായത് കൺവേർജസ് ടു എഫ് ഓഫ് 0ലോട്ട് കൺവേർജ് ചെയ്യും. ഈ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, 0² ആണ് അല്ലേ. അതായത് എഫ് ഓഫ് x = x² ആണ്. അപ്പോൾ അതിൽ നമ്മൾ എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 0² = 0 ആണ്. സോ നമ്മൾ ആ എഫ് ഓഫ് 0 അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും കാര്യങ്ങളെ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം നമുക്ക് 0 = π² ഡിവൈഡഡ് ബൈ 3. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ടേമിനെ എക്സ്പാൻഡ് ചെയ്യുക. അതായത് എമ്മിന് 1 കൊടുക്കുക, എമ്മിന് 2 കൊടുക്കുക, എമ്മിന് 3 കൊടുക്കുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു π² ഡിവൈഡഡ് ബൈ 3 -4 ഡിവൈഡഡ് ബൈ 1² + 4 ഡിവൈഡഡ് ബൈ 2² -4 ഡിവൈഡഡ് ബൈ 3² പ്ലസ് എക്സെട്ര എന്ന് നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇനി നമ്മൾ ചെയ്യേണ്ട അത്രയും കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 0 അല്ലേ. സോ ഈ മൈനസ് ടേംസിന് മൊത്തത്തിൽ ഞാൻ ഓക്കെ, ഇവിടെയുള്ള LHSലുള്ള ടേംസിന് മൊത്തത്തിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, RHSലോട്ട് കൊണ്ടുവരികയാണ്. ഞാൻ RHSലോട്ട് കൊണ്ടുവരുമ്പോൾ എനിക്കിങ്ങനെ കിട്ടും π² ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 4/1² -4/2² പ്ലസ് 4/3² എക്സെട്ര എന്ന് വരും അല്ലേ. അപ്പോൾ എല്ലാ ടേമിലും ഒരു 4 കോൺസ്റ്റൻ്റ് ആണ്. സോ ആ 4നെ പുറത്തേക്ക് എടുത്ത് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്തു, 1 - 1/2² പ്ലസ് 1 - 1/3² മൈനസ് എക്സെട്ര -1/4² എക്സെട്ര കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, π² ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു ദിസ് ടേം എന്ന് കിട്ടി. അപ്പോൾ ഈ 4നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, LHSലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഡിവൈഡഡ് ബൈ 4 ആവും. സോ π² ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും ഇവിടെ 1 - 1/2² പ്ലസ് 1/3² പ്ലസ് 1/4 -1/4². ഇതായിരുന്നു നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടതെന്ന്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതൊരു ഡൗട്ട് ഒന്നും വന്നിട്ടില്ല വിചാരിക്കുന്നു. നമ്മൾ 0 ഈക്വൽ ടു ആയിരുന്നു, ഈ മൊത്തത്തിലുള്ള ടേംസിനെ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ π³ ബൈ ഇതേ ഈക്വൽ ടു ഇങ്ങനെ ഒരു ടേം കിട്ടും. അതായത് ഇങ്ങനെ വലിയ ഫസ്റ്റത്തെ ടേം വരിക, അതായത് 4 എന്ന് ഉണ്ടാവും. ഇവിടെ 4 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 4നെ പുറത്തേക്ക് എടുത്താണ് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു കാര്യം കാണിക്കാനുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് സമ്മേഷൻ n റേഞ്ച് ഫ്രം 1 to infinity 1/n² ഈക്വൽ ടു π² ഡിവൈഡഡ് ബൈ 6 എന്നായിരുന്നു നമുക്ക് കാണിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതായത് ഫൊറിയർ കൺവേർജൻസ് തിയറത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫൊറിയർ സീരീസ് f of x
പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ഡിവൈഡഡ് ബൈ 2 കൺവേർജ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെ പോയിന്റ്സിൽ വെച്ചിട്ടാണ് അത് കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞിരുന്നത്? അതായത് എഫ് കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ്സിൽ അല്ലേ, എഫ് ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റിൽ ആണ് അതിലോട്ട് കൺവേർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടം വരെയായിരുന്നു നമുക്ക് എന്താ പറയുക പറഞ്ഞിട്ട് നമ്മൾ ഫൊറിയർ സീരീസിൻ്റെ ഫൊറിയർ കൺവേർജൻസ് തിയറത്തിൻ്റെ ഡെഫിനിഷൻ പഠിച്ച സമയത്ത് നമ്മൾ അവിടെ ഇങ്ങനെ പറയുന്നു മൈനസ് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ എൽ എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിരിക്കില്ല, കണ്ടിന്യൂസ് ആവില്ല, ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവണം. അങ്ങനെയാണ് നമ്മൾ ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലിന് പകരം ഏതാണ് പൈ എന്ന് പറയുന്നത്, പൈ എന്നാണ്. അപ്പോൾ അറ്റ് ദ പോയിന്റ് പൈയിൽ ഈ ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. ദ ഫംഗ്ഷൻ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു പൈ, ഹെൻസ് ദ എബോ പൈ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ്സുകളിൽ നമ്മൾ എന്താ പറയുന്നത്, ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ഏതിലോട്ട് കൺവേർജ് ചെയ്യുമെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് മൈനസ് പ്ലസ് എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല ഡിവൈഡഡ് ബൈ 2 നമ്മളോട് എന്ത് ചെയ്യണത്, കൺവേർജ് ചെയ്യുന്നത് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ പറയുന്നത് അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ആവുമ്പോൾ ദ ഫൊറിയർ സീരീസ് അറ്റ് ദ പോയിന്റ് പൈ എന്ന് പറയുന്നത് എവിടെ തൊട്ട് കൺവേർജ് ആവും, എഫ് ഓഫ് പൈ പ്ലസ് എഫ് ഓഫ് പൈ മൈനസ് ഡിവൈഡഡ് ബൈ 2 നമ്മൾ എന്ത് ചെയ്യണം, കൺവേർജ് ചെയ്യും എന്നാണ് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്ര കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. എഫ് ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റുകളിൽ നമ്മുടെ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ഇതിലോട്ട് കൺവേർജ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഗിവൺ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തൊരു പോയിന്റ് ആണ് എക്സ് ഇസ് ഈക്വൽ ടു പൈ എന്ന് പറയും. ദെർഫോർ ദ ഫൊറിയർ സീരീസ് അറ്റ് ദ പോയിന്റ് പൈ എന്ന് പറയുന്നത് എന്തിലോട്ട് കൺവേർജ് ചെയ്യും, എഫ് ഓഫ് പൈ പ്ലസ് എഫ് ഓഫ് പൈ മൈനസ് ഡിവൈഡഡ് ബൈ 2 കൺവേർജ് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഈ ഒരു പോർഷൻ കണ്ടുപിടിക്കണം. ഇത് നമ്മൾ ഓൾറെഡി അതായത് നമുക്കിവിടെ എന്താ പറയുക നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിലിനി എക്സിന് പകരം പൈ റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇത് കണ്ടുപിടിക്കണം. ആ ഒരു പോർഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കുന്നതാണ് എഫ് ഓഫ് പൈ പ്ലസ് എഫ് ഓഫ് പൈ മൈനസ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷനാണ് എൽ ഓഫ് എക്സ് പ്ലസ് ഡിവൈഡഡ് ബൈ 2 എൽ ഓഫ് എക്സ് പ്ലസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു നമുക്ക് അറിയുന്ന കാര്യമാണ് എന്താണ്, ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് അല്ലേ. അതുമാതിരി തന്നെ എഫ് ഓഫ് എക്സ് മൈനസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് മൈനസ് എച്ച് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡെഫിനിഷൻ. So by using definition we can write it into 1/2 into limit h tending to 0 f of x plus h plus limit h tending to 0 f of x minus h എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു റീഅറേഞ്ച്മെന്റ് നടത്തുകയാണ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ ആണ് അല്ലേ. പീരിയോഡിക് ഫംഗ്ഷൻ അല്ല, നമ്മൾ ഇതിന് ഒരു അറേഞ്ച്മെന്റ് നടത്തുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിനെ ഞാൻ എന്ത് ചെയ്യണം, എക്സ് പ്ലസ് എച്ചിനോട് വീണ്ടും തെറ്റിപ്പോയി. എഫ് ഓഫ് പൈ പ്ലസ് എച്ചിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഏതാണ്, പൈ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ പ്ലസ് എച്ച് ഒരു മൈനസ് പൈയും പ്ലസ് പൈ എന്ന് പറയുന്നത് ഞാൻ ആഡ് ചെയ്യാണ്. സോ ഇതിൽ എന്തെങ്കിലും എറർ വരുമോ, ഇല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ക്യാൻസലേറ്റ് വരുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, ഒരു മൈനസ് പൈനെ ഫസ്റ്റ് നിർത്തി മൈനസ് പൈ പ്ലസ് എച്ച് പ്ലസ് 2 പൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ഒന്നുമില്ല, നമുക്ക് എഫ് ഓഫ് പൈ പ്ലസ് എച്ച് ആയിരുന്നു, അതിൻ്റെ കൂടെ ഞാനൊരു പൈ ആഡ് ചെയ്യുകയും ഒരു പൈ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതി, എഫ് ഓഫ് പൈ മൈനസ് പൈ പ്ലസ് എച്ച് പ്ലസ് 2 പൈ എന്ന് മനസ്സിലാക്കി. നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ പീരിയോഡിക് ഫംഗ്ഷൻ ആണ് അല്ലേ. എഫ് ഓഫ് എക്സ് പ്ലസ് 2 പൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് അറിയാം, എഫ് ഓഫ് എക്സ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, എഫ് ഓഫ് മൈനസ് പൈ പ്ലസ് എച്ച് പ്ലസ് 2 പൈ എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ എക്സിന് പകരം, അതായത് നമ്മുടെ ഇവിടുത്തെ എക്സിന് പകരം ഈ ഒരു ടേം ആണ് അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എഫ് ഓഫ് മൈനസ് പൈ പ്ലസ് എച്ച് എന്ന് എഴുതിക്കൂടെ. അതായത് ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് 2 പൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതണ മാതിരി എഫ് ഓഫ് മൈനസ് പൈ പ്ലസ് എച്ച് പ്ലസ് 2 പൈ എന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എഫ് ഓഫ് മൈനസ് പൈ പ്ലസ് എച്ച് എന്ന് പറയാൻ പറ്റും. അതായത് നമ്മൾ എക്സിന് പകരം എന്താ പറയുക, മൈനസ് പൈ പ്ലസ് എച്ച് എന്ന് റീപ്ലേസ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അത്രയും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഗിവൺ എഫ് എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് പൈ പ്ലസ് എച്ച് എന്ന് പറയുന്നത് ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്താ കിട്ടിപ്പോൾ 1/2 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 മൈനസ് പൈ പ്ലസ് എച്ച് പ്ലസ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് പൈ മൈനസ് എച്ച് എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ വരിക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് മൈനസ് പൈ പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഈ എക്സിന് പകരം മൈനസ് പൈ പ്ലസ് എച്ച് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മൈനസ് പൈ പ്ലസ് എച്ച് ഓൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലേ? അതേമാതിരി തന്നെ നമുക്ക് എഫ് ഓഫ് എന്ത് വരും? പൈ മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക? പൈ മൈനസ് എച്ച് ഓൾ സ്ക്വയർ എന്ന് നമുക്ക് അതിനും എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇനി ഞാൻ ഒരൊറ്റ ടേം മാത്രം, ഈ ഒരു ടേം കറസ്പോണ്ടിങ് കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് നിങ്ങൾ അതുമാതിരി ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം നമുക്ക് എന്താണ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 ഓഫ് ദിസ് ടേം മൈനസ് പൈ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. അപ്പം അതിന് നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈനസ് പൈ സ്ക്വയർ പ്ലസ് പ്ലസ് അല്ല മൈനസ് 2 എച്ച് പ്ലസ് എച്ച് സ്ക്വയർ എന്ന് വരും അല്ലേ? അതിന് വരുമ്പോൾ എച്ച് ടെൻഡിങ് ടു 0 എന്നാണ് പറയുന്നത്. ഇപ്പോൾ എച്ച് ടെൻഡിങ് ടു 0 എന്ന് പറയുമ്പോൾ എച്ചിന് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ടേമും ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് പൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? പൈ സ്ക്വയർ വരും. സിമിലർലി നമ്മൾ ഇതും ചെയ്യുമ്പോൾ നമുക്ക് ഒരു പൈ സ്ക്വയർ ഇവിടെയും കിട്ടും. സോ നമുക്ക് എന്ത് വരും? പ്ലസ് പൈ സ്ക്വയർ എന്ന് വരും. സോ നമുക്ക് ഈ ഒരു ടേമിൻ്റെ ഉള്ളിൽ എന്താ വരിക ചോദിച്ചു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു പൈ സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2 പൈ സ്ക്വയർ എന്ന് കിട്ടും. 2ഉം 2യും ക്യാൻസൽ ചെയ്ത് പോയാൽ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരുന്നതാണ്? പൈ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, എന്താ കിട്ടും? നമുക്ക് പൈ സ്ക്വയർ എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് പൈ പ്ലസ് എഫ് ഓഫ് പൈ പ്ലസ് പ്ലസ് എഫ് ഓഫ് പൈ മൈനസ് ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? പൈ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ദി ഫൊറിയർ സീരീസ് അറ്റ് ദ പോയിന്റ് പൈ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഫൊറിയർ സീരീസ് എന്താണെന്ന് അവിടെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താ എഴുതി വെച്ചത്? പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 പ്ലസ് 4 ഇൻറ്റു സമ്മേഷൻ എം റേഞ്ച് ഫ്രം 1 ടു ഇൻഫിനിറ്റി മൈനസ് 1 ഓൾ പവർ എം ഇൻറ്റു കോസ് എം എക്സ് എന്നായിരുന്നു നമ്മൾ അവിടെ എഴുതിയിരുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് ഇൻ പെർട്ടിക്കുലർ അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു പൈയിലാണ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? പൈ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്? ഫൊറിയർ കൺവേർജൻസ് തിയറം പ്രകാരം ഇത് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പൈ പ്ലസ് എഫ് ഓഫ് പൈ പ്ലസ് എഫ് ഓഫ് പൈ മൈനസ് ഡിവൈഡഡ് ബൈ 2നോട് ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി എന്താണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു? പൈ സ്ക്വയർ എന്നാണെന്ന് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇപ്പം നമ്മൾ ഇതേ ഈക്വൽ ടു ദിസ് എന്ന് നമുക്ക് കിട്ടി. കോസ് എം പൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് അറിയാം? -1 ഓൾ പവർ എം എന്നാണെന്ന് അറിയാം. സോ നമ്മൾ എന്ത് ചെയ്യാണ്? കോസ് എം പൈ ഈസ് ഈക്വൽ ടു -1 ഓൾ പവർ എം എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? -1 ഓൾ പവർ എം ഇൻറ്റു -1 ഓൾ പവർ എം എന്ന് പറയുന്നത് അല്ലേ? അപ്പം അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? -1 ഓൾ പവർ 2m എന്ന് എഴുതാം. സോ ആ ഒരു ടേം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 പ്ലസ് 4 ഇൻറ്റു സമ്മേഷൻ എം റേഞ്ച് ഫ്രം 1 ടു ഇൻഫിനിറ്റി -1 ഓൾ പവർ 2m ഡിവൈഡഡ് ബൈ എം സ്ക്വയർ എന്നായിട്ട് നമുക്കത് എന്ത് ചെയ്യും? മാറും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇനി ഇവിടെ നോക്കുക -1 ഓൾ പവർ 2m നോക്കുക അല്ലേ? അതായത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? -1 ഓൾ പവർ 2m -1 ഓൾ സ്ക്വയർ ഓൾ പവർ m എന്ന് പറയാൻ പറ്റും. -1 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വരിക? 1 പവർ m. 1ൻ്റെ പവർ ഏതൊരു ടേം എന്ന് പറയുന്നത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 1 തന്നെ വരിക. സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 1/m സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് മാറും. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ m എന്ന് പറയുന്ന വേരിയബിളിനെ n ആക്കിയിട്ട് മാറ്റി എഴുതുന്നുണ്ട്. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് n-ൻ്റെ ടേംസിലാണ് തന്നിട്ടുള്ളത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ അതുകൊണ്ട് ഞാൻ ഈ m-ന് വേരിയബിൾ n ആക്കി മാറ്റിയിട്ട് അടുത്ത സ്റ്റെപ്പ് എഴുതി. വലിയ മാറ്റങ്ങളൊന്നുമില്ല. പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 പ്ലസ് 4 ഇൻറ്റു സമ്മേഷൻ n റേഞ്ച് ഫ്രം 1 ടു ഇൻഫിനിറ്റി 1/n സ്ക്വയർ എന്നാക്കി. അതായത് എമ്മിന് പകരം n എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്തു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്തത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇങ്ങനെയാണ്. പൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 പ്ലസ് സമ്മേഷൻ 4 ഇൻറ്റു സമ്മേഷൻ 1/n സ്ക്വയർ എന്ന് വന്നു. സോ നമുക്കിതിനെങ്ങനെ വരും? പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു സമ്മേഷൻ 1/n സ്ക്വയർ എന്ന് എഴുതാം.
ഇപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എന്തുവരും 3π² മൈനസ് π² ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. സോ നമുക്ക് എന്തുവരും 2π² ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു സമ്മേഷൻ 1/n² എന്ന് കിട്ടും. ഓക്കെ, ഇപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കിട്ടിയത്. അയ്യോ, ഞാൻ 2π² ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു സമ്മേഷൻ 4 ഇൻറ്റു സമ്മേഷൻ 1/n² എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് സമ്മേഷൻ 1/n² ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ 4നെ എന്ത് ചെയ്യാണ്, ഇപ്പോഴത്തെ LHSലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് വരും 2π² ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4 എന്ന് വരും. സോ 4ഉം ഈ 2യും ക്യാൻസൽ ചെയ്തും വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും π² ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, സമ്മേഷൻ n റേഞ്ച് ഫ്രം 1 ടു ഇൻഫിനിറ്റി 1/n² ഇസ് ഈക്വൽ ടു π² ബൈ 6 എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇതായിരുന്നു കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഗിവൺ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എഴുതി അതിൽ നിന്ന് നമുക്ക് ഇത് കണ്ടുപിടിക്കണം എന്നായിരുന്നു. ഇപ്പോൾ സമ്മേഷൻ റേഞ്ച് ഫ്രം 1 ടു ഇൻഫിനിറ്റി 1/n² ഇസ് ഈക്വൽ ടു π² ബൈ 6 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓൾറെഡി നമുക്ക് നോളജ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇതുമാതിരി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോയിന്റ്സ് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പാർട്ടിൻ്റെ കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തരുന്നതാണ്. എഫ് എന്ന് പറയുന്നത് നോട്ട് കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ്സിൽ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യുന്നത് എവിടേക്കായിരിക്കും, f(x) പ്ലസ് f(x) ഡിവൈഡഡ് ബൈ 2 നമ്മൾ എന്ത് ചെയ്യണത്, അതെന്ന് പറയണത് കൺവേർജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സ് ഇസ് ഈക്വൽ ടു പൈ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എവിടേക്കായിരിക്കും, അതായത് ഫൊറിയർ സീരീസ് അറ്റ് ദ പോയിന്റ് പൈ എന്ന് പറയുന്നത് ഏതിലോട്ട് കൺവേർജ് ചെയ്യും, f(π പ്ലസ് f(π ഡിവൈഡഡ് ബൈ 2) കൺവേർജ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം f(π പ്ലസ് f(π) എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു. അത് നമ്മൾ കണ്ടുപിടിച്ചത് നമുക്ക് π² എന്ന് കിട്ടി. ഇനി നമ്മൾ ഓൾറെഡി ഫൊറിയർ സീരീസ് ഇൻ ടേംസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓൾറെഡി മുന്നേ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എക്സിന് പകരം പൈ എന്ന് റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് അതും ഇതും രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് നടത്തുക. ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ എത്തിയപ്പോഴാണ് നമ്മൾ m ഈക്വൽ ടു n ആക്കി മാറ്റി. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ട് മാറ്റിയതല്ല. m എന്ന് പറയുന്ന വേരിയബിളിന് പകരം n എന്ന് പറയുന്ന വേരിയബിൾ ആക്കി മാറ്റി സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അതൊന്നുകൊണ്ട് അല്ല, നമുക്ക് സമ്മേഷൻ 1/n² എന്നായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാനുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, m എന്ന് പറഞ്ഞാൽ അവസാനത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ അങ്ങനെ മാറ്റി കൊടുക്കാനും പാടുള്ളൂ. അവസാനത്തെ സ്റ്റെപ്പിൽ നമ്മൾ അങ്ങനെ കൊടുത്തു. ഓക്കെ, ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, essay ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇന്റഗ്രൽ -L to L f(x) dx എന്ന് പറയുന്ന ഫോം ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കത് ഈസ് ഈക്വൽ ടു ഡയറക്ട്ലി ഈക്വൽ ടു 0 ആണെന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ BM എന്ന് പറയാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കും. BMന് ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല വാല്യൂസ് വരെ കിട്ടാൻ സാധ്യത ഉണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രോബ്ലം അവിടെ വെച്ചിട്ട് സ്റ്റക്കായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്രോബ്ലം നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ.